ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ വലിയ നോമ്പിന്റെ 9-ാം ദിവസമായ ഇന്ന് ധ്യാനത്തിനായി വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് യേശു കർത്താവ് യെരുശലേമിലേക്കുള്ള വഴിമധ്യേ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവേ കടന്നു പോവുകയാണ്. അവിടെ കുഷ്ഠരോഗികളെ 10 പേർ അവനെതിരെ വന്ന് ദൂരത്ത് നിൽക്കുന്നു. അവർ ഇപ്രകാരം കരഞ്ഞപേക്ഷിക്കുന്നു: യേശുവേ ഗുരു, ഞങ്ങളോട് കരുണ തോന്നണമേ. ഇവരെ കാണുന്ന യേശു പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുപ്പീൻ. അവർ അങ്ങനെ പോകുമ്പോൾ തന്നെ അവർക്ക് സൗഖ്യപ്പെടുന്നു. എന്നാൽ ഈ 10-ൽ ഒരുവൻ മാത്രം തിരികെ വരുന്നതായി കാണാം. അവനോ വലിയ ശബ്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിന്റെ കാലിൽ സാഷ്ടാംഗം വീണ് അവന് സ്തോത്രം ചെയ്യുന്നു. ഈ മടങ്ങി വന്നവനോ യഹൂദനായിരുന്നില്ല, മറിച്ചോ വിജാതീയനായ ഒരു ശമര്യക്കാരനായിരുന്നു. യേശു കർത്താവ് ഇതെടുത്ത് പറയുകയും ചെയ്യുന്നു. അവനെ അനുഗ്രഹിച്ച് തിരിച്ചയക്കുന്നു: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ വേദഭാഗം നമ്മെ പ്രധാനമായും 3 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 1, വിശ്വാസത്താൽ അസാധ്യമായതൊന്നും തന്നെയില്ല. തിരികെ വരാതിരുന്ന 9 കുഷ്ഠരോഗികൾക്ക് വിശ്വാസമില്ല എന്ന് പറയാനാവില്ല. ഇവർ വിശ്വസിച്ച് പുരോഹിതന്മാരെ കാണാനും പോകുന്നു. എന്നാൽ സൗഖ്യത്തിനൊടുവിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ മറക്കുന്നു. അതിനാൽ 2, എല്ലാറ്റിനും നന്ദി കരയേറ്റുന്നവരാകുക, ആ ശമര്യക്കാരനെ പോലെ. 3, ഒരാളെ അവൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികളാൽ അംഗീകരിക്കുക. നമ്മൾ പലപ്പോഴും ആളുകളെ അവരുടെ മതം, നിറം എന്നിങ്ങനെ പല അളവുകോലുകളാലാണ് അളക്കുന്നത്. യേശു കർത്താവ് വിജാതീയനായ ശമര്യക്കാരനെ അവന്റെ പ്രവൃത്തിയാൽ അംഗീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈ വേദഭാഗത്തിന് ഏറ്റവും ഉചിതമായ ഒരു തലക്കെട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്: ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് വായിച്ചപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ വായിച്ചതോ കേട്ടതോ ഒരു കഥ മനസ്സിലേക്ക് വന്നു. അതിങ്ങനെയായിരുന്നു: ഒരാൾ മരിച്ച് സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെ കുറെ കൗണ്ടേഴ്സ് കണ്ടു. ആദ്യത്തേത് അപേക്ഷകളുടേതായിരുന്നു. ഇവിടെ വലിയ തിരക്കാണ്, കണ്ണെത്താത്തിടത്തോളം അപേക്ഷകൾ. അങ്ങനെ സങ്കടങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, തീരുമാനങ്ങൾ, രോഗസൗഖ്യം, ഇങ്ങനെ എല്ലാത്തിനുമുണ്ട് കൗണ്ടേഴ്സ്. എല്ലായിടത്തും നല്ല തിരക്കുമാണ്. എന്നാൽ ഒരു കൗണ്ടർ മാത്രം ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ തിരക്കേയില്ല. This was the counter of thanksgiving. ഞാനും നിങ്ങളും എന്നും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ അപേക്ഷകളുടെയും ആവശ്യങ്ങളുടെയും ഇടയിൽ എത്രത്തോളം നമ്മൾ നന്ദി പറയുന്നുണ്ട്, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മയുടെ പ്രാർത്ഥന എന്നും തുടങ്ങിയിരുന്നത്: നല്ലൊരു ദിവസവും ആയുസ്സും ആരോഗ്യവും നൽകിയതിന് നന്ദി ദൈവമേ എന്നാണ്. ഒരിക്കലും ഇവിടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഒരു അച്ഛനോട് എനിക്കൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തെന്നാൽ: കൺസിഡർ ഇറ്റ് ഡൺ ആൻഡ് നൗ സ്റ്റാർട്ട് താങ്കിങ് ഗോഡ്. എത്ര മനോഹരവും വിശ്വാസത്തിൽ ഉറച്ചതുമായ ചിന്തയാണിത്. നമുക്ക് നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, അപേക്ഷകൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എന്തും നന്ദി ചൊല്ലി ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങുവാനും അവസാനിപ്പിക്കുവാനും ദൈവവചനം പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തയേശുവിന്റെ ദൈവേഷ്ടം നിറവേറ്റി എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനും സാധിക്കട്ടെ. Let's learn to use thank you as much as we use please in our prayers and make gratitude our attitude. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്നെ സ്തോത്രം ചെയ്യാതിരുന്നപ്പോഴും ഞങ്ങളെ നീ കൈവിട്ടില്ലല്ലോ. മനോഹരമായ ഗാനത്തിന്റെ വരികൾ പറയുന്നത് പോലെ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാം നിന്റെ സ്നേഹത്തിനും നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ആമേൻ.